ന്യായവിധിക്ക് മുന്നിൽ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. നീ നിന്റെ സഹോദരനോട് കോപിക്കരുത്, നിന്റെ സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുത്, വിഡ്ഢി എന്ന് വിളിക്കരുത്. നീ ന്യായവിധിക്ക് ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നരകാഗ്നിക്ക് ഇടയായിത്തീരും. ബലിപീഠം നിന്നെ വിശുദ്ധീകരിക്കുന്ന ഇടമാണ്. നിന്റെ ബുദ്ധിയിലും വിവേകത്തിലും നീ ഈ ഭൂമിയിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെടണം എന്ന സത്യങ്ങളാണ് കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത്. ദൈവത്തോട് അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയുന്നവരാണ് മനുഷ്യർ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം മറ്റുള്ളവരോട് ജീവിക്കണം. ഞാൻ ആരാണെന്ന് അറിയാൻ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം എന്ന് നാം പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ യേശുനാഥൻ നീ അറിയുന്നത് നിന്നിലെ ദൈവരാജ്യത്തെ നീ കണ്ടെത്തുമ്പോഴാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് കർത്താവ് പറയുന്നു. രാജ്യമെന്നത് രാജാവും പ്രജകളും ചേർന്നുള്ളതാണ്. ഇവിടെയാണ് കർത്താവ് നിന്റെ പുതിയ നിയമത്തെ രൂപപ്പെടുത്തുന്നത്, അഥവാ കർത്താവിൻ്റെ പുതിയ നിയമത്തെ നമ്മിൽ രൂപപ്പെടുത്തുന്നത്. എഴുതപ്പെട്ടതോ പറയപ്പെട്ടതോ ആയ നിയമത്തിലല്ല നാം ജീവിക്കേണ്ടത്, നൽകപ്പെട്ട നിയമത്തിലാണ് എന്ന് ക്രിസ്തുവിൻ്റെ തിരുത്തലിൻ്റെ സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. കർത്താവ് പറഞ്ഞു, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. റാക്ക അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരക അഗ്നിക്ക് ഇരയാകും. കർത്താവ് പഴയതിനെ മാറ്റി സ്ഥാപിക്കുകയാണ്. പൂർവികരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാണ് എന്ന് കർത്താവ് സ്ഥാപിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൻ്റെ ജ്ഞാനത്തിനനുസരിച്ചാണ് ഓരോ നിയമ സംവിധാനവും. ഉപാധികളുടെ നിയമത്തിൽ നിന്നും നിരുപാധിക സ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ് പുതിയ നിയമം. ക്രിസ്തുവിൻ്റെ അധികാരമാണ് നാം കാണുന്നത്. കർത്താവ് പറയും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. 3 കാര്യങ്ങളാണ് പ്രത്യേകമായി കർത്താവ് പറയുന്നത്. കോപിക്കുന്നവൻ, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധി നെരിപ്പോടിൽ വിശുദ്ധീകരിക്കപ്പെടും. ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ തീക്കനലിൽ വിശുദ്ധീകരിക്കപ്പെടും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നിത്യ നരകാഗ്നിയിലേക്ക് എറിയപ്പെടും, അഥവാ വിശുദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടും. വില്യം ബാർക്ലേ എന്ന ചിന്തകൻ കോപത്തിൻ്റെ ആവർത്തന പര്യായ പദത്തെ ഇങ്ങനെ വായിക്കുന്നു: അതിനാൽ കോപിക്കുന്ന കോപത്തെ, മറക്കാത്ത കോപത്തെ, ശമിപ്പിക്കാൻ വിസമ്മതിക്കുന്ന കോപത്തെ, പ്രതികാരം തേടുന്ന കോപത്തെ യേശു എന്നേക്കും വിലക്കുന്നു. കോപത്തെ മുഴുവനായി നാം നമ്മിൽ നിന്നും എടുത്തു മാറ്റേണ്ടതുണ്ട് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നിത്യ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കുവാൻ, അതിനാൽ തന്നെ നിന്നെ കഴുകുവാൻ സാധിക്കുന്ന ഒരേ ഒരിടം ബലിപീഠമാണ്. കർത്താവ് പറയും, നീ ബലിപീഠത്തിലേക്ക് ബലിയർപ്പിക്കുവാനായി വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമോ കോപമോ അസ്വസ്ഥതയോ ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വച്ച് നീ അവനുമായി പോയി രമ്യതപ്പെടുക. കാരണം സ്വർഗത്തിനും നരകത്തിനുമിടയിൽ നീ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം നിനക്ക് നൽകുന്ന വിശുദ്ധിയുടെ ഇടമാണ് ആ ബലിപീഠം. ശേഷം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നീ പ്രതിയോഗിയോട് വഴിയിൽ വച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ അവൻ നിന്നെ കാരാഗൃഹത്തിൽ അടയ്ക്കുവോളം നിന്നെ പിന്തുടരും, കീഴ്പ്പെടുത്തും എന്നാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, സാമാന്യ ബോധം ഉപയോഗിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ്ലിഹ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 26-27 വാക്യത്തിൽ ഇപ്രകാരം പറയും:
നിങ്ങളുടെ ക്രോധത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. നാം മറ്റൊരാളോടുള്ള നമ്മുടെ കോപം മുറുകെ പിടിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു. അതുതന്നെയല്ലേ നരകം? പിശാചിന് നാം ഇടം കൊടുക്കുന്നതും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഈ തപസ്സുകാലത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബലിപീഠത്തിൽ നിന്നും നമ്മെയും മറ്റുള്ളവരെയും വിശുദ്ധീകരിക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണതയിലേക്ക് ചേർന്നിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. ചോരയിൽ വാർന്നൊരു ഭൂമേനിയെ തൊട്ടു ഞാൻ നിന്നിടാം മുക്തി നേടാം. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. പിളരുന്ന മാറിൽ നിന്നൊഴുകുന്ന സ്നേഹം, കൃപയാലെ എന്നിൽ നിറയുന്ന നേരം. പിളരുന്ന മാറിൽ നിന്നൊഴുകുന്ന സ്നേഹം, കൃപയാലെ എന്നിൽ നിറയുന്ന നേരം. നൽകിടാം സർവവും തിരുമുൻപിലായി, എളിയൊരീ കാഴ്ചകൾ സ്വീകരിക്കൂ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ മാപ്പികണേ. നൊമ്പരമെല്ലാം ഏറ്റെടുത്തു നീ, സങ്കടമായി ഒന്നുമേയില്ല. നൊമ്പരമെല്ലാം ഏറ്റെടുത്തു നീ, സങ്കടമായി ഒന്നുമേയില്ല. ദൈവമേ നന്ദിയായി പാടുന്നു ഞാൻ. തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ, തിരുനാഥനേ
തിരുമുഖം കാണുമ്പോൾ അപരാധമോർക്കും ഞാൻ തിരുനാഥനെ മാപ്പികണേ